തമിഴ് സൂപ്പർ താരം വിജയ് വരുന്ന തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കും. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. എങ്കിലും അദ്ദേഹത്തിന്റെ പാർട്ടിയായ തമിഴക വെട്രി കഴകം നിഷേധിക്കുകയായിരുന്നു ഈ വാർത്ത. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിനു വേണ്ടി വിജയും പാർട്ടിയും ഒരുങ്ങുന്നു എന്നായിരുന്നു മറുപടി. ഒരു വർഷം മാത്രമാണ് തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഇനി ബാക്കിയുള്ളത്. എല്ലാ പാർട്ടികളും തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ നേതൃത്വത്തിൽ മികച്ച വിജയം നേടാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് DMK. BJPയുമായി അണ്ണാ DMK സഖ്യമുണ്ടാക്കുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ഇതിനിടയിലാണ് ഒറ്റയാൾ പട്ടാളമായി വിജയുടെ TVK വരുന്നത്. അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും തമിഴ്നാടിന്റെ ഭരണം പിടിക്കുകയുമാണ് TVKയുടെ പ്രധാന ലക്ഷ്യം. വിജയ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയാകുമെന്ന് നേതാക്കളും അണികളും ആവർത്തിക്കുന്നുണ്ട്. ഏത് മണ്ഡലത്തിലാണ് വിജയ് മത്സരിക്കുക എന്ന ചോദ്യവും ഉയർന്നു കഴിഞ്ഞു. ഒന്നിലധികം മണ്ഡലങ്ങളിൽ ഗ്രൗണ്ട് സർവേ പാർട്ടി നടത്തുന്നുവെന്നാണ് വിവരം. തിരഞ്ഞെടുപ്പ് രൂപരേഖ വരുന്ന 28-ന് ചേരുന്ന പാർട്ടി യോഗത്തിൽ പ്രഖ്യാപിച്ചേക്കും. തീരദേശ മേഖലയായ രാമനാഥപുരം മണ്ഡലത്തിൽ വിജയ് മത്സരിക്കാനാണ് സാധ്യത എന്ന് അദ്ദേഹത്തിന്റെ പാർട്ടി വൃത്തങ്ങളെ ഉദ്ധരിച്ച് ചില മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നു. ഔദ്യോഗിക പ്രഖ്യാപനം പക്ഷേ വന്നിട്ടില്ല. എങ്കിലും രാമനാഥപുരം മണ്ഡലത്തിൽ മത്സരിച്ചാൽ മികച്ച വിജയം നേടാൻ സാധിക്കുമെന്നാണ് പാർട്ടിയുടെ പ്രതീക്ഷ. ഇവിടെയുള്ള തീരദേശവാസികളുടെ നീറുന്ന പ്രശ്നങ്ങൾ ഏറ്റെടുക്കാനാണ് TVKയുടെ തീരുമാനം. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി രാമനാഥപുരത്ത് നിന്ന് മത്സരിക്കുമെന്ന് വാർത്തകൾ വന്നിരുന്നു. പക്ഷേ UPയിലെ വാരണാസിയാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത്. അതിർത്തി ലംഘിച്ചുവെന്ന് ആരോപിച്ച് ശ്രീലങ്കൻ നാവികസേന പിടികൂടുന്ന തമിഴ് മത്സ്യത്തൊഴിലാളികൾ രാമനാഥപുരത്തുള്ളവരാണ്. ഇവരെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട മേഖലയിൽ പ്രതിഷേധം സജീവമാണ്. വിഷയത്തിൽ അടുത്തിടെ വിജയ് പ്രതികരിച്ചിരുന്നു. DMKയെയും BJPയെയും കുറ്റപ്പെടുത്തിയായിരുന്നു വിജയുടെ പ്രതികരണം. കേന്ദ്രവും സംസ്ഥാനവും വേണ്ടത്ര താൽപര്യം വിഷയത്തിൽ എടുക്കുന്നില്ല എന്നും വിജയ് കുറ്റപ്പെടുത്തിയിരുന്നു. നാഗപട്ടണത്ത് നടന്ന പ്രതിഷേധ പരിപാടിയിൽ വിജയ് നടത്തിയ പ്രസംഗം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. രാമനാഥപുരത്തെ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിസന്ധിയാണ് വിജയ് ഈ മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കാരണമെന്ന് TVK നേതാക്കൾ പറയുന്നുണ്ട്. രാഷ്ട്രീയ തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറിന്റെ നിർദ്ദേശപ്രകാരമാണ് വിജയ് നടത്തുന്ന ഓരോ നീക്കങ്ങളും. വർഷങ്ങളായ തന്റെ ആരാധനാ കൂട്ടായ്മയിലൂടെ സന്നദ്ധ സേവനം നടത്തി വരികയായിരുന്നു വിജയ്. 2021 തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച വിജയ്ക്ക് ആരാധകർ വലിയ നേട്ടം കൊയ്തിരുന്നു. പിന്നീടാണ് TVK പ്രഖ്യാപനമുണ്ടായത്. അടുത്തിടെ കാഞ്ചീപുരത്ത് പാർട്ടിയുടെ ആദ്യ വാർഷിക യോഗത്തിന് വിജയ് എത്തിയപ്പോൾ കൂടെ പ്രശാന്ത് കിഷോറും ഉണ്ടായിരുന്നു. വിജയുടെ വരവ് BJPയെ സഹായിക്കാനാണെന്നാണ് DMKയുടെ വിമർശനം. BJPയും വിജയുടെ പാർട്ടിക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്.